ക്യാരംസ് കളിക്കാൻ പഠിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. കൃത്യമായിട്ട് നല്ല ഉന്നം. ആ ഉന്നം ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പുണ്യം നേടാം. ഈ വീട്ടിലിരുന്ന് ജോലി എടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ്. വീട്ടിലിരുന്ന് പുണ്യം നേടാം. എന്താ പുണ്യം എന്നറിയാം? പല്ലിയില്ലേ, പല്ലി. ആ പല്ലീനെ ഒറ്റയടിക്ക് കൊല്ലണം. അത് കൃത്യമായിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കൂടുതൽ കിട്ടും. പയ്യെ ചത്താൽ ചെറിയ പുണ്യം കിട്ടും. ഒറ്റയടിക്ക് ചത്താൽ പല്ലിയെ ഒരാൾ ഒറ്റയടിക്ക് കൊന്നാൽ പല്ലിയെ കൊല്ലൽ ഒരു നല്ല കാര്യമാകുന്നു. പല്ലിയെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ഹസനത്താകുന്നു എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീത്താണിത്. ഏതായിരുന്നാലും അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇവിടെ ഒറ്റയടിക്ക് കൊന്നാൽ, ഒരു ജീവിയെ കൊല്ലുമ്പോൾ പ്രയാസപ്പെടുത്തി അതിനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ പെട്ടെന്ന് തന്നെ കൊല ചെയ്യാൻ അർഹതപ്പെട്ട ആ ജീവിയെ പെട്ടെന്ന് ഒറ്റയടിക്ക് കൊന്നാൽ കുത്തിബത്തു ലഹു മിഅത്തു ഹസന, 100 നന്മയുടെ ഹസനത്തിന്റെ കൂലിയെ അയാൾക്ക് അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫി ഥാനിയത്തി, ഇനി രണ്ടാമത് 2 അടിക്കാണ് കൊന്നെങ്കിൽ ദൂനദാലിക്, ആ 100ന്റെ താഴെ ഒരു കൂലി ലഭിക്കും. വഫി സാലിസത്തി, മൂന്നാമത് 3 അടി കൊണ്ടാണ് അതിനെ കൊല്ലാൻ സാധിച്ചതെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന റേഞ്ചിൽ ഒരു കൂലി ഉണ്ടാകും. അങ്ങനെ കൂലിയിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. ഒറ്റയടിക്കാണെങ്കിൽ അതിന് 100 കൂലി കിട്ടുമെന്ന് പറഞ്ഞത് ആധികാരികമായ പ്രാമാണികമായ ഹദീസാണ്, ഹദീസ് ഗ്രന്ഥങ്ങളാണ്. ഈ വിഷയം തന്നെ മഹാനായ സയ്യിദുനാ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ ഹദീസ് കൊണ്ടുവന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, സർവ്വസാധാരണമായി നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്ന ഈ ജീവിയെ കൊല്ലണമെന്ന് ഹദീസിൽ ഇത്ര കൃത്യമായി പറയാനുള്ള ഒട്ടനവധി കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ ബുദ്ധിപരമായിട്ടും അതിനെക്കുറിച്ച് പഠിച്ചാലും മനസ്സിലാക്കാൻ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അപകടം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, പല്ലി മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഒറ്റ അഭിപ്രായം പറഞ്ഞ ആളുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ നശിപ്പിച്ചു കളയണം എന്ന് പറയാനുള്ള കാരണം എന്നുകൂടെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ജന്തുക്കളെക്കുറിച്ചും പറവകളെക്കുറിച്ചുമുള്ള പഠനം നടത്തി ആ വിഷയകമായി വിവരമുള്ള ആളുകൾ, ആ വിഷയകമായി ജ്ഞാനമുള്ള ആളുകൾ പറയുന്നത്, ഒരുപാട് രോഗങ്ങൾ, നമ്മൾ മനസ്സിലാകാതെ പോകുന്ന ഒരുപാട് ഗൗരവമേറിയ രോഗങ്ങൾ വരെ ഈ പല്ലിയിൽ നിന്നും മനുഷ്യന് പകർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ മനുഷ്യൻ രോഗിയാകുന്നുണ്ട് എന്നെല്ലാം ആവശ്യകമായി വിവരമുള്ള ആളുകൾ പറയുന്നുണ്ട്. മാത്രമല്ല, പല്ലി വെള്ളം കുടിച്ചിട്ട് പല്ലിയുടെ വായിൽ ഉള്ള വിഷാംശങ്ങളുമായി ചേർന്ന തുപ്പുനീര്, തുപ്പൽ നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിലേക്കും പദാർത്ഥങ്ങളിലേക്കും അത് തുപ്പിത്തെറിപ്പിക്കുകയും അതുമൂലം, അത് കഴിക്കുന്നത് മൂലം മാരകമായ രോഗങ്ങൾക്ക് മനുഷ്യർ അടിമപ്പെടുകയും ചെയ്യുന്നു എന്ന വസ്തുത ഒട്ടനവധി ആളുകൾ പ്രിയപ്പെട്ടവരെ ആവശ്യകമായി പറഞ്ഞിട്ടുണ്ട്. പല്ലി വെള്ളം കുടിക്കും, എന്നിട്ട് അതിൻ്റെ വായിൽ വിഷാംശങ്ങളാണുള്ളത്, ആ വിഷം കൂടെ കലർന്ന ആ തുപ്പൽ, ആ വെള്ളം നമ്മുടെ ഭക്ഷണത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും വെള്ളങ്ങളിലേക്കും കുടഞ്ഞു തെറിപ്പിക്കുമെന്നാണ്. ഓരോ പുണ്യം വരുന്ന വഴി എന്തോരം പല്ലിയായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ ഓരോ പല്ലിനെ കൊല്ലുക, അപ്പോൾ ഓരോ പുണ്യം വെച്ച് കിട്ടും. അല്ലെ, ബാക്കിയുള്ള ജീവികളൊന്നും കൊല്ലണ്ടായിരിക്കും, അവരൊന്നും ഈ ഗണത്തിൽപ്പെടുമല്ലോ അല്ലേ. പിന്നെ ആരൊക്കെയോ പഠനം നടത്തിയെന്ന് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. ആരായിരിക്കും പഠനം നടത്തിയത്? ഇതുവരെയായിട്ടും കാണാൻ കഴിഞ്ഞില്ല ഈ പഠനം നടത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട്. കാരണം ഇത്രയും വലിയ അപകടകാരിയാണോ ഈ പല്ലി? അല്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ അത് മോശമല്ലേ. അപ്പോൾ ഇതൊക്കെ പുറത്തു വിടുക.